പത്തനംതിട്ടയിലെ പുത്തൻ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയന ഗർഭിണിയാണെന്നുള്ള വിവരം എല്ലാവരെയും അറിയിച്ച് എല്ലാവർക്കും വളരെ സന്തോഷമാവുകയാണ്. അപ്പം ഇതറിയിക്കാൻ വേണ്ടി അനിയാണെങ്കിൽ നവീൻ്റെ അടുത്ത് എത്തുകയാണ്. അങ്ങനെ നവീൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് നവീൻ്റെ അമ്മ പറയുകയാണ്, മോനൊന്ന് പറയണം, അവൻ്റെ കല്യാണക്കാര്യമൊക്കെ പറയണം. അവനാണെങ്കിൽ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുക. ഇങ്ങനെ നിന്നാൽ എത്ര നാൾ ഇങ്ങനെ നിൽക്കാൻ പറ്റും? അവന് കല്യാണ പ്രായമായില്ലേ? അവൻ്റെ കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ചില്ലേ എന്ന് നവീൻ്റെ അമ്മ പറയാണ്. അപ്പോൾ അനി പറയാണ്, ആൻറ്റി, ഇപ്പോഴത്തെ കല്യാണ വിവാഹം എല്ലാം ആലോചിച്ച് തീരുമാനിച്ചെടുക്കേണ്ട കാര്യമാണ്. പെട്ടെന്ന് തന്നെ ഒരാളെ കണ്ടെത്തി കല്യാണം കഴിക്കുന്ന അത്ര ശരിയുള്ള കാര്യമല്ല. ഇപ്പോൾ കൂടെ കൂട്ടുന്ന പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും നന്നായി മനസ്സിലാക്കിയിട്ട് വേണം കൂടെ കൂട്ടാനെന്ന് അനി പറയാണ്. അതൊക്കെ ശരിയാ മോനെ എന്നും പറഞ്ഞ് എന്നും ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? അവൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അത് പറഞ്ഞാലും മതി, ഞങ്ങൾക്ക് സന്തോഷം തന്നെ. ആരായാലും മതി, അവൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെന്ന് മോൻ ചോദിക്കണം. മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെയാണെന്നുള്ള മോൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം അവനോട് പറയില്ല. കാരണം അവൻ എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിരിക്കുകയാണ് ഒരു കല്യാണം കഴിക്കാതിരിക്കാൻ. ഇന്നലെയും ഞാൻ കല്യാണ വിശേഷം പറഞ്ഞപ്പോൾ അവൻ ഒന്നും മിണ്ടിയില്ല. സാധാരണ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുന്നതാണ്, പക്ഷേ ഇന്നലെ അവനോട് ഇത് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഇനി ആരെങ്കിലും അവൻ്റെ മനസ്സിലുണ്ടോ എന്ന് അറിയത്തില്ല എന്ന് നവീൻ്റെ അമ്മ പറയാണ്. എന്തായാലും മോനൊന്ന് സംസാരിക്കട്ടെ. അപ്പോൾ അനി പറയാണ്, ആൻറ്റി വിഷമിക്കണ്ട, ഞാൻ എന്തായാലും ഒന്ന് അവനോട് സംസാരിച്ച് നോക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആൻറ്റിയോട് അറിയിക്കാം, നമുക്കത് നടത്തുകയും ചെയ്യാമെന്ന് പറയാം. അങ്ങനെ ആൻറ്റി അങ്ങ് കയറി പോവുകയാണ്. നവീൻ്റെ അടുത്തേക്ക് നേരെ ആൻറ്റി ചെല്ലുകയാണ്. അപ്പം ചെല്ലുമ്പം നവീൻ ഇങ്ങനെ എന്തോ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നവീനാണെങ്കിൽ ഫോണിലാണെങ്കിൽ നമ്മുടെ നന്ദുവിനെ കണ്ട് ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുകയാണ്. എന്താ, ആരെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് അനി ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ഫോൺ നോക്കിയിരിക്കുകയാണെന്ന് പറയും. അപ്പം എന്താ നീ ലഡു ഒക്കെ ആയിട്ട് വന്നത്? അന്നത്തെ ചിലവ് ഇപ്പോഴാണോ നൽകുന്നതെന്ന് നവീൻ ചോദിക്കുകയാണ്. കേസ് ജയിച്ചതിൻ്റെ ആണോ ഈ ലഡു? ഏയ് അല്ല, ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞ് അതിഥി വരാൻ പോകുന്നു, അതിൻ്റെ ചിലവാണ്. അതാരാ? ആദർശേട്ടൻ്റെയും നയനേച്ചിയുടെയും കുഞ്ഞ് എന്ന് പറയുകയാണ് അനി. ആഹാ, വളരെ സന്തോഷമുള്ള കാര്യം. ആദർശേട്ടൻ്റെ അടുത്ത് പറയണം, ചിലവ് നടത്താൻ പറയണോ എന്ന് നവീൻ പറയുകയാണ്. അപ്പം അനി പറയാണ്, ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പം അമ്മ നിൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര വിഷമത്തോടെ ഓരോരോ കാര്യം പറഞ്ഞു. നിനക്ക് എത്രയും പെട്ടെന്നൊരു വിവാഹം നടത്തണമെന്ന്. അപ്പം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചേക്കുവാ. നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയടുത്ത് എത്രയും പെട്ടെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നവീനോട് അനി ചോദിക്കുകയാണ്. അപ്പം നവീൻ ഒരു ചിരി കയറിയിരിക്കുകയാണ്. എന്താടാ, പറ, എന്നോട് പറ, ആരെങ്കിലും ഉണ്ടോ എന്ന് അനി വീണ്ടും ചോദിക്കുന്നത്. ഇതുവരെ ആരുമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരാൾ എൻ്റെ മനസ്സിലേക്ക് ചെറുതായിട്ട് ചേക്കേറുന്നുണ്ടെന്നോ ഒരു സംശയം. അനി ചോദിക്കണം, ആരാ? അതിപ്പം പറയാറായിട്ടില്ല, അത് ഞാൻ പിന്നെ പറയാം. ഇപ്പം മണ്ടനായ അനി ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനും നന്ദുവും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം നവീൻ പറയാണ്, എന്തായാലും അങ്ങനെ എനിക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അധികം വീട്ടുകാരെ അറിയിച്ച് വീട്ടുകാർ വഴിയെ അത് മൂവ് ചെയ്യത്തുള്ളൂ എന്ന് നവീൻ പറയാണ്. അപ്പോൾ അനി പറയണം, അതാണ് നല്ലത്. നമ്മളായിട്ട് ചിലപ്പം മുന്നിട്ടിറങ്ങിയാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പണി നമുക്ക് തന്നെ കിട്ടും എന്ന് അനി പറയാണ്. എനിക്ക് അറിയാവുന്ന കുട്ടിയാണോ എന്ന് ചോദിക്കുകയാണ്. എനിക്കിതറിയാവുന്ന കുട്ടിയാണ്, നേരത്തെ അറിയാവുന്ന കുട്ടിയാണെന്നൊക്കെ നവീൻ പറയുകയാണ്. അങ്ങനെ അനി തിരിച്ച് താഴെ ഇറങ്ങി വരുമ്പം ആൻറ്റി അടുത്ത് പറയണം, നവീൻ്റെ അമ്മയടുത്ത് പറയണേ, ആൻറ്റി, ചിലപ്പോൾ ഒരു സന്തോഷ വാർത്ത കേൾക്കാം. ആൻറ്റി അടുത്ത് തന്നെ വന്ന് അവനെല്ലാം പറയും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം വീട്ടിലെ പറയത്തോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വീട്ടുകാർ വഴിയെ എന്തെങ്കിലും മൂവ് ചെയ്യത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ മനസ്സിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നു ആൻറ്റി എന്നൊക്കെ പറയണം. അപ്പോൾ ഞാൻ നവീൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പം നവീൻ്റെ അമ്മയ്ക്ക് ആരാന്നറിയണമെന്നൊരാഗ്രഹമുണ്ട്. അവൻ അങ്ങനെ ഒരു ആഗ്രഹം ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നറിയണമെന്ന് തോന്നി. അപ്പം ഗുമസ്തനോട് ഇങ്ങനെ കാര്യം പറയുന്നുണ്ട്. അവന് ഇങ്ങനെ ആരോടും ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അയാൾ പറയുന്നത്, ഞാൻ നവീൻ മോനോടൊന്ന് ചോദിക്കാം, സംസാരിച്ച് നോക്കാം, വല്ലതും കിട്ടുവാണെങ്കിൽ അറിയിക്കാം എന്ന് പറയുകയാണ്. അപ്പം ഗുമസ്തൻ വന്ന് നവീനോട് ചോദിക്കുകയാണ്, എനിക്കൊരു സംശയം, ആരെങ്കിലും മനസ്സിലുണ്ടോയെന്ന്. അപ്പോൾ നവീൻ പറയുന്നത്, ആ സംശയം മനസ്സിലിരിക്കട്ടെ, ഇവിടെ ചോദിക്കണ്ട. പിന്നെ അമ്മയുടെയൊക്കെ വിഷമം കണ്ടുകൊണ്ട് ചോദിച്ചതാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര ആലോചനയിലാണല്ലോ, ആരോ ഉള്ളപ്പോഴാണല്ലോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം വലിയ ടെൻഷൻ അടിക്കേണ്ട കേസൊന്നുമില്ല. പിന്നെ ഈ ആലോചിക്കുന്നത് എന്തുവാ, അപ്പോൾ ആരോ ഉള്ളിലുണ്ട് എന്ന് പറയുകയാണ് ഗുമസ്തൻ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ടങ്ങ് അമ്മയടുത്തോ മുത്തശ്ശനോടോ അറിയിച്ചോളാം പറയുകയാണ്. ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഗുമസ്തനങ്ങ് പോവുകയാണ്. എന്നിട്ട് ഗുമസ്തൻ വന്ന് പറയുകയാണ്, നവീൻ്റെ അമ്മയടുത്ത് പറയണ, എനിക്ക് തോന്നുന്ന ആരോ ഉണ്ട്, പക്ഷെ ആരാന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞ് വന്ന് നേരിട്ട് തന്നെ വന്ന് പറയുമല്ലോ എന്ന്
ഗുമസ്തനും പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് നവീനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ നവീൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം കുറേ നാളോടെ നിന്നോട് പറഞ്ഞു, നീ അതിന് ഇതുവരെ മറുപടി തന്നിട്ടില്ല. നിനക്കിപ്പോൾ കല്യാണം വേണ്ട എന്നാണ് പറയുന്നത്. അതിനെന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് പറയാം അമ്മേ എന്ന് പറയാണ്. അങ്ങനെ എപ്പോഴെപ്പോഴും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. നിനക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു വിവാഹം നടത്തണം എന്ന് പറയുകയാണ് നവീൻ്റെ അമ്മ. നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ, നമുക്കത് നടത്താം എന്ന് പറയാണ്. അപ്പം നവീൻ പറയാണ്, എനിക്കൊരു കുട്ടിയോട് താല്പര്യമുണ്ട്. അവരെ വീട്ടുകാരെയും എനിക്കറിയാം, അമ്മയ്ക്കും അറിയാവുന്ന ആളാണ് തന്നെ. ഞാനിത് അവളോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല. സംസാരിച്ചാൽ അവൾ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അമ്മ ഇത് മുൻകൈ എടുത്ത് ഈ പ്രപ്പോസൽ നീക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ നവീൻ്റെ അമ്മയ്ക്ക് വളരെ സന്തോഷമാണ്. അതിനെന്താ, എനിക്ക് സന്തോഷമുള്ള കാര്യം, നീ ഒന്ന് സമ്മതം മൂളി തന്നാൽ മതി. ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ആരെയാ കുട്ടി? നമ്മുടെ കുടുംബമായിട്ട് ചേർന്ന് പോകുന്ന കുട്ടിയാണോ? നമ്മുടെ അറിയാവുന്ന ആളാണോ? ആരാ എന്ന് ചോദിക്കുകയാണ്. അപ്പം നവീൻ പറയണേ, അമ്മയ്ക്കും അറിയാം, നമ്മുടെ നവ്യയുടെ അനിയത്തി നന്ദന. ഇത് നിൻ്റെ കൂടെ പഠിച്ച നവ്യയുടെ അനിയത്തി നന്ദന, നിൻ്റെ കോളേജിൽ പഠിച്ചിരുന്ന? അതെ, ആ കുട്ടി തന്നെ. ഇപ്പം പോലീസിലല്ലേ എന്ന് അമ്മ ചോദിക്കണം. അതെ, പോലീസിലാണെന്ന് പറയാം, SI ആണെന്ന് പറയാണ്. നിനക്ക് പറ്റിയ പെണ്ണ് തന്നെ. അവൾക്ക് ഈ കാര്യം വല്ല അറിയാവോ? നീ പ്രപ്പോസ് നടത്തിയ കാര്യം വല്ല അറിയാവോ? അങ്ങോട്ട് കല്യാണം ആലോചിച്ച് നമ്മൾ ചെല്ലുന്നുണ്ടെന്ന് വല്ല കുട്ടിക്ക് അറിയാവോ? ഒരിക്കലുമില്ല. ഞാൻ അവളോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. കാരണം അവളുടെ അടുത്ത് ഈ കാര്യം സംസാരിക്കാൻ വെച്ചാൽ എങ്ങനെ അവൾ എടുക്കുമെന്നോ എങ്ങനെ പ്രതികരിക്കുമെന്നോ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അമ്മ ഇത് നേരിട്ട് പോയി അവരെ വീട്ടുകാരുമായിട്ട് സംസാരിക്കണം, മുത്തശ്ശനോടും പറയണം എന്ന് പറയണം. അവൾ വലിയ കുഴപ്പമില്ലാത്ത കുട്ടിയാണ്, നമുക്കറിയാവുന്ന ആളാണല്ലോ, നല്ല സ്വഭാവമുള്ള കുട്ടിയാണെന്ന് പറയണം, നമ്മുടെ കുടുംബത്തോട്ട് ചേർന്ന് പോകുന്ന കുട്ടിയാണെന്നും നവീൻ പറയാണ്. ഈ സമയത്ത് അവിടെ അനിയും നന്ദുവും കൂടെ ഭയങ്കര ഫോണിൽ കൂടെ സംസാരമാണ്. നവീനാണെങ്കിൽ അപ്പോൾ അനി പറയണം, നവീൻ്റെ അടുത്ത് സംസാരിക്കാൻ ചെന്നായിരുന്നു. നവീൻ്റെ അമ്മ പറഞ്ഞു അവൻ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണാലോചന നടക്കണമെന്നും ആരെങ്കിലും മനസ്സിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെന്ന് അവനോട് ചോദിച്ചു ആരെങ്കിലും ഉണ്ടോ എന്നും ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആരോ ഉണ്ടോ എന്ന്. അപ്പം നന്ദു ചോദിക്കണം, നവീൻ ചേട്ടനെ മനസ്സിലോ? പക്ഷേ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, ആരാ ഭാഗ്യവതി എന്നൊക്കെ നന്ദു അനിയടുത്ത് ചോദിക്കുകയാണ്. അതെനിക്കറിയത്തില്ല, എന്തായാലും അവൻ്റെ മനസ്സിൽ ആരോ ഉണ്ട്. അവൻ അത് നേരിട്ട് വീട്ടുകാരോട് പറയാനായിട്ടിരിക്കുകയാണ്. ഇപ്പോഴേ പറയാം, ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല, ഞാൻ വീട്ടുകാരോട് പറഞ്ഞ് നേരിട്ട് പ്രപ്പോസ് ചെയ്തേ ഉള്ളെന്ന് നവീൻ പറഞ്ഞ കാര്യം അനി നന്ദുവിനോട് പറയാണ്. അനി അറിയുന്നില്ലല്ലോ, അനിക്ക് വരുന്ന പാരയാണ് നവീനെന്ന് അനി അറിയുന്നതുമില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കുറേ സംസാരമൊക്കെ നടത്തി അവരങ്ങ് ഫോൺ വെക്കുകയാണ്. അങ്ങനെ നവീൻ്റെ അമ്മ കേട്ട പാടെ നവീൻ്റെ മനസ്സ് മാറുന്നതിന് മുമ്പേ ഗോവിന്ദൻ്റെയും കനകയുടെ എത്തുകയാണ് നന്ദുവിനെയും കല്യാണം ആലോചിച്ചുകൊണ്ട്. നവീൻ്റെ അമ്മ വരുമ്പം എന്നൊന്നും മനസ്സിലാവുന്നില്ല കനകയ്ക്ക്. അങ്ങനെ അവിടെ വന്നിരിക്കുകയാണ്. അപ്പം കനക പറയുകയാണെങ്കിൽ നവീൻ മോനെ അറിയാം, നന്ദു പറഞ്ഞിട്ടുള്ളറിയാം, മാത്രമല്ല നവിയുടെ കൂടെ പഠിച്ചതല്ലേ, എന്താ ഇങ്ങോട്ട് വിശേഷിച്ച് വന്നേ എന്ന് ചോദിക്കുകയാണ്. നന്ദുവിനെ കാണാനാണെങ്കിൽ നന്ദു ഇവിടെ ഇല്ല, കേസിൻ്റെ കാര്യം വല്ല സംസാരിക്കാനാണെന്ന് കനക ചോദിക്കുകയാണ്. അതൊന്നുമല്ല, ഞാൻ വന്നത് നന്ദുവിൻ്റെ അച്ഛനമ്മയും കാണാൻ തന്നെയാണ്. എന്താ കാര്യം? അപ്പോൾ അവരിങ്ങനെ സംശയിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് കനക പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് ചായയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. ഞങ്ങളൊരു വിവാഹാലോചനയുമായിട്ട് വന്നതാ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നറിയാനാണ് കൂടാണ് ഞാൻ നേരിട്ട് വന്നത്. അപ്പോൾ കനക ഇങ്ങനെ സംശയിച്ചിരിക്കുകയാണ്. നവീനാണെങ്കിൽ ഇവിടുത്തെ നന്ദുവിനോടൊരു താല്പര്യം. അപ്പം അവൻ എന്നോട് പറഞ്ഞു, അവൻ ഇത്രയും നാൾ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിന്നവന് ഇപ്പോൾ അങ്ങനെ ഒരു താല്പര്യം തോന്നിയപ്പം അവൻ എന്നോട് പറഞ്ഞു, എന്നാൽ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നറിയാനായിട്ടാണ് ഞാനിവിടെ വന്നതെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് കനക അങ്ങ് ഞെട്ടി സന്തോഷിച്ചിങ്ങനെ നിൽക്കുക. ഗോവിന്ദന് സന്തോഷമാവുന്നുണ്ട്. അപ്പോഴത്തേക്ക് കനക പറയുക, ഞങ്ങൾക്ക് എന്താ സംശയം, നവീൻ മാമോനെ പോലെ ഒരു നല്ലൊരു പയ്യനെ ഞങ്ങളുടെ മോൾക്ക് കിട്ടുക എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഭാഗ്യമല്ലേ. മാത്രമല്ല നരസിംഹ സാറിൻ്റെ കൊച്ചുമോൻ, അതും തന്നെ വലിയൊരു പദവിയില്ലേ, അത്രയും ഒക്കെ ആഗ്രഹിക്കാൻ ഞങ്ങൾക്ക് പറ്റത്ത പോലുമില്ല. അപ്പം അത് ഞങ്ങളുടെ ഭാഗ്യമല്ലേ, എൻ്റെ മോളുടെ ഭാഗ്യമാണെന്ന് കനക പറയാണ്. ഗോവിന്ദൻ പറയണം, അതെ ഞങ്ങളുടെ ഭാഗ്യമാണെന്ന് പറയാണ്. നവീൻ മോൻ അങ്ങനെ ഒരു താല്പര്യമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നെന്ന് കനക പറയാണ്. അപ്പം വിവാഹം വേണ്ടാന്ന് വെച്ചിരുന്നായിരുന്നു. അപ്പം അതാണ് അവനിപ്പോൾ ഒരു മാറ്റം വന്നത്. അപ്പം ആ മാറ്റം വീണ്ടും മാറുന്നതിന് മുമ്പേ എത്രയും പെട്ടെന്ന് വന്ന് ആ ആലോചനയെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ കനകയും ഗോവിന്ദൻ പറയും, ഞങ്ങൾക്ക് ഈ വിവാഹാലോചനക്ക് സമ്മതം തന്നെയാണ്. അപ്പം നവീൻ്റെ അമ്മ ചോദിക്കുകയാണ്, നന്ദുവിൻ്റെ അടുത്തോട് ചോദിക്കണ്ടേ എന്ന് ചോദിക്കണം. അപ്പം പെട്ടെന്ന് ഇവർക്കൊരു വിഷമമൊക്കെ വരുന്നുണ്ട്.
അവളോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ എന്തായാലും ഇതിന് സമ്മതിക്കാതൊന്നും ഇരിക്കത്തില്ല. കാരണം അവർ തമ്മിൽ കുഞ്ഞിലേ നേരത്തെ അറിയാവുന്നവരല്ലേ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. അതുകൊണ്ട് അവൾക്കും സമ്മതമായിരിക്കും. എന്നാലും നവീൻ്റെ അമ്മ പറയണേ, എന്നാലും നന്ദുവിനോട് സംസാരിക്കണം. അത് ഞങ്ങൾ സംസാരിച്ചോളാം. നവീൻ്റെ അമ്മ ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറയണം. നമുക്ക് ഈ ആലോചനയുമായിട്ട് മുന്നോട്ട് പോവാം എന്ന് തന്നെ കനകയും ഗോവിന്ദനും നവീൻ്റെ അമ്മയടുത്ത് പറയാണ്. ഈ സമയത്ത് നന്ദു അനിയും കൂടെ കറങ്ങാൻ ഇറങ്ങിയേക്കുവാണ്. അവർ രണ്ടുപേരും കറക്കവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ അനിയോ നന്ദു അറിയുന്നില്ല നവീൻ അവിടെ പാര പണിയുന്നുണ്ടുള്ള കാര്യം അവരറിയുന്നില്ല. നവീനാണെങ്കിൽ അമ്മയെ പറഞ്ഞു വിട്ടിട്ട് വീട്ടിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അമ്മ വരുന്നതും കാത്ത്. അമ്മ വരുന്നത് കണ്ടപ്പോഴേ നവീൻ ഓടിച്ചെല്ലാണ്. എന്ത് പറഞ്ഞമ്മേ, എന്ത് പറഞ്ഞ്? ആഹാ, നിനക്ക് ഇത്രയും വെപ്രാളം ഉണ്ടായിരുന്നു. ഇത്രയും നാൾ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് നടന്നവൻ ഇപ്പം കല്യാണ കാര്യവും പറഞ്ഞുകൊണ്ട് എൻ്റെ പുറകെ നടക്കുന്നു. ഗുമസ്തൻ, അതങ്ങനെയല്ലേ. ഏതെങ്കിലും ഒരു പെണ്ണ് മനസ്സിൽ പറ്റിയാൽ പിന്നെ ആ പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് വരെ ഒരു വെപ്രാളമായിരിക്കും എന്ന് ഗുമസ്തൻ പറയുകയാണ്. അപ്പോൾ അമ്മ പറയാണ്, നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും പൂർണ്ണ സമ്മതമാണ് നിന്നെ മരുമകനാക്കുന്നതിന്. അപ്പം നന്ദുവിൻ്റെ കാര്യമോ? അതവർ സംസാരിച്ചോളാം. അവർക്കും സമ്മതമായിരിക്കും എന്നാണ് അവർ പറയുന്നത് എന്ന് നവീൻ്റെ അമ്മ പറയാണ്. അപ്പം നവീൻ പറയാണ്, എന്നാലും നന്ദുവിനോട് അവർ നേരിട്ട് സംസാരിച്ചതിൻ്റെ മറുപടി പറയാൻ അമ്മ പറയാനുണ്ടായിരുന്നു. നന്ദുവിൻ്റെ തീരുമാനമല്ലേ അറിയേണ്ടത്. എന്തായാലും നമുക്ക് വിളിച്ചു ചോദിക്കാം എന്ന് നവീൻ്റെ അമ്മയും പറയുകയാണ്. ഇത് കേട്ടോണ്ട് മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നുണ്ട്. മുത്തശ്ശൻ പറയുകയാണ്, ആഹാ, വിവാഹം വേണ്ടാന്ന് പറഞ്ഞ് നടന്ന ആളിപ്പം ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എത്രയും പെട്ടെന്ന് വിവാഹം നടന്നോളാൻ വയ്യാത്തതിൻ്റെ ഒരു വെപ്രാളത്തിലാണല്ലോ എന്ന് മുത്തശ്ശനും പറയാണ്. അപ്പം മുസ്തൻ പറയണ, അതങ്ങനെയല്ലേ. ഏതെങ്കിലും ഒരു പെണ്ണ് മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണ് കല്യാണം കഴിക്കുന്നവരെ ഇങ്ങനൊരു വെപ്രാളം കാണുമെന്ന് പറഞ്ഞ് ഗുമസ്തനും കളിയാക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ നന്ദു ആണെങ്കിൽ നടക്കുകയാണ്. നന്ദു വിചാരിക്കുന്ന നവീനാണ് വേറെ ഏതൊരു പെണ്ണിനോടാണ് താല്പര്യമെന്നും അവരെ വിവാഹം നടത്താനാണ് നവീൻ്റെ അമ്മ പോകുന്നതെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അനിയൻ ഇതൊന്നും അറിയില്ല. അനിയാണെങ്കിൽ ഇത്രയും നാളായിട്ട് നവീൻ്റെ കൂടെ നടന്നിട്ട് ഇതുവരെ ആ പൊട്ടനാണെങ്കിൽ നവീൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാനും നന്ദു തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇതൊക്കെയാണ് ഇനി വരുന്ന വിശേഷം. അവസാനം നവീൻ അനിക്കും നന്ദു ഒരു പാരയായി മാറും. ഇതൊക്കെ ഇനി വലിയ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.